നമുക്ക് ജ്യൂസ് അടിക്കാൻ വേണ്ടി ഒരു ഷമാമാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത ശേഷം നമ്മളിതുപോലെ ഒരു സ്പൂണോ എന്തെങ്കിലും കൊണ്ട് ആ കുരുവൊക്കെ ഇങ്ങനെ എടുത്ത് മാറ്റണം. ഇതുപോലെ കുരു ആദ്യമേ എടുത്ത് മാറ്റണം. ഇതിൻ്റെ തോൽ ഭാഗം ഒഴിവാക്കിയിട്ട് ബാക്കി ഭാഗം നമുക്കിതുപോലെ എടുക്കാം. എന്നിട്ട് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ജ്യൂസ് അടിക്കുന്ന മിക്സിയുടെ ജാറിലേക്ക് നമുക്കിട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലാം തന്നെ നമുക്കിതുപോലെ ഈ മാംസളമായ ഭാഗം മുഴുവനും എടുക്കാം. നമ്മുടെ ഷമാമ് മുഴുവനും കട്ട് ചെയ്തൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. മധുരത്തിന് വേണ്ടി 2 ചെറുപഴം എടുത്തിട്ടുണ്ട്. നമുക്ക് പഴം ഇതുപോലെ കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയും ഒരു 4 ഈന്തപ്പഴമാണ് ഇട്ട് കൊടുക്കുന്ന മധുരത്തിന് വേണ്ടി. അപ്പം നമുക്കിതൊന്ന് കുരു കളഞ്ഞ് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത ഈന്തപ്പഴം ഇടാം. 1/2 ലിറ്റർ പാല് നന്നായിട്ട് തിളപ്പിച്ച് തണുത്തതാണ്. അപ്പോൾ അതിലൊരു കുറച്ചൊഴിച്ചിട്ട് നമുക്ക് ആദ്യം ഒന്ന് അടിച്ചെടുക്കാം. ഇതിച്ചിരി മാമ്പഴം കട്ട് ചെയ്തതും ബദാമും ക്യാഷ്യൂവാണ്. ഈ ക്യാഷ്യൂവും ബദാമും നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഇനി നമ്മുടെ ഷമാമ് ഇതുപോലെ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ക്യാഷ്യൂ ആദ്യം ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ വളരെ സാവധാനം വെല്ലം ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അടിയിലേക്ക് താന്നു പോകും. അപ്പോൾ നമ്മൾ വേഗം ഇട്ട് കൊടുത്താൽ എല്ലാം അടിയിലേക്ക് പോകും. ഇനി നമുക്ക് മാമ്പഴം ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് മധുരത്തിന് എന്ത് വേണമെങ്കിലും ചേർക്കാം. തേൻ ചേർക്കാം, പഞ്ചസാര ചേർക്കാം, ശർക്കര ചേർക്കാം. അവരവരുടെ ഇഷ്ടം അനുസരിച്ച് എന്ത് വേണമെങ്കിലും ചേർക്കാം.